എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ആന്റി ഏജിങ് ക്രീമിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു, വയസ്സാകുമ്പോൾ നമുക്ക് സ്കിന്നിന് ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ സ്കിന്നിൽ ചുളിവ് വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ചുളിവുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയും ചുളിവുകൾ വന്നവർക്ക് സ്കിന്നിന് ടൈറ്റ് ആക്കാൻ വേണ്ടിയും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ആന്റി ഏജിങ് ക്രീമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കുറച്ച് റിങ്കിൾസ് മാറാനായിട്ട് കുറച്ച് എക്സസൈസസ് ഒക്കെ ശീലിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് റിങ്കിൾസിന് മാറാനൊക്കെ വേണ്ടിയിട്ട്. എങ്കിലും ഒരു 4-5 സ്റ്റെപ്പും കൂടെ നാളത്തെ വീഡിയോയിൽ. ഇന്ന് ഞാൻ ക്രീമിനെ കുറിച്ച് പറയാം. നാളെ ഞാൻ ആ റിങ്കിൾസ് മാറാൻ നമ്മൾ ഡെയിലി ശീലിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 എക്സസൈസസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇന്ന് നമ്മുടെ ഈ ഒരു ആന്റി ഏജിങ് ക്രീമിനെ കുറിച്ച് നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുപോലുള്ള ക്രീമുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള DIYs ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് താമസം ഉണ്ടാവും. പതുക്കെയാണെങ്കിലും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും. റിങ്കിൾസ് ഒക്കെ നല്ല രീതിയിൽ മാറാനായിട്ട് സഹായിക്കും. ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് റിങ്കിൾസ് മാറ്റാം. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് സ്കിന്ന് കളർ ആകാനും സഹായിക്കും. ഇതിൽ സാൻഡൽ പൗഡർ ഒക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് ഒരു വൈറ്റനിങ് എഫക്റ്റും കിട്ടും. അതേസമയം സ്കിന്ന് നല്ല യങ് ലുക്കിംഗ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. കൃത്യമായിട്ടുള്ള ഫുഡ് സ്റ്റൈല്, കൃത്യമായിട്ടുള്ള എക്സർസൈസ്, നല്ല ഉറക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശീലിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ശരീരം, നമ്മുടെ മുടി, ഇതൊക്കെ മുടി എന്ന് പറയുന്നത് നമുക്കൊരു പനങ്കുല പോലുള്ള മുടി നല്ല ഉദ്ദേശിക്കുന്ന ആരോഗ്യമുള്ള മുടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഒരു കിഡിലൻ ആന്റി ഏജിങ് ക്രീം. അപ്പൊ അത് പോയി കണ്ടിട്ട് വരും, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നല്ല പഴം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ പഴങ്ങൾ, വലിയ പഴങ്ങൾ വേണ്ട, ചെറിയ നമ്മുടെ റോബസ്റ്റ പോലുള്ള പഴങ്ങളാണ് ഏറ്റവും നല്ലത്. ഇത് ഞാനിപ്പോൾ പച്ച കളർ റോബസ്റ്റോ ആണ് എടുത്തേക്കുന്നത്. ഒരു റോബസ്റ്റോ ഫുള്ളായിട്ട് വേണമെന്നില്ല, ഹാഫായിട്ട് മതി. ഇതിനെടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടൊമാറ്റോ ജ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും ഈ ഒരു ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടൊമാറ്റോ ജ്യൂസ് ചില പേർക്ക് അങ്ങോട്ട് സ്യൂട്ട് ആവത്തില്ല. ടൊമാറ്റോയാണ് ഏറ്റവും നല്ലത്. സ്യൂട്ട് ആകാത്തവരാണെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെമൺ വേണ്ട, ഓറഞ്ച് ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കൊരു സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് അതിൽ മിക്സ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറയുന്നത് റോസ് പൂവിൻ്റെ ഇതള് പൊടിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് പൂവായിട്ടുണ്ടെങ്കിൽ റോസ് പൂവ് ഒരു 2-3 റോസ് പൂവ് എടുത്ത് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ റോസാ പൂവിൻ്റെ പൗഡറാണ് ഉള്ളത്. പൗഡറുകൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ റോസാ പൂവിൻ്റെ പൗഡർ വേണം. അതും നമുക്കൊരു സ്പൂണ് ഇട്ട് കൊടുക്കാം. തീർന്നു, ഞാൻ എടുത്തെടുത്ത്. റോസാപ്പൂവിൻ്റെ പൗഡർ നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ. അതിൻ്റെ കൂടെ നമുക്ക് അടുത്തത് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡൽ പൗഡർ. ഇതിപ്പോൾ എല്ലാവർക്കും സാൻഡൽ പൗഡറൊക്കെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ നല്ല ബ്രാൻഡഡ് സാൻഡൽ പൗഡറൊക്കെ കിട്ടും. അതിൽ അത്യാവശ്യം വില കുറഞ്ഞൊരു 250 to 400 റേഞ്ചിലൊക്കെ നല്ല സാൻഡൽ പൗഡർ കിട്ടും. ആ ഒരു സാൻഡൽ പൗഡർ ഉണ്ടെങ്കിൽ സ്കിന്നിന് നല്ല കളർ കൊടുക്കാനും പറ്റും. അതേസമയം നമ്മുടെ ഏജിങ് കുറച്ച് ആൻറ്റി ഏജിങ് ക്രീമായിട്ട് നല്ലപോലെ ഉപയോഗിക്കാനായിട്ടും പറ്റും. ഒരു 1/4 സ്പൂണ് സാൻഡൽ പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഏകദേശം നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വീഴും. ഞാനൊന്ന് കൈകൊണ്ട് എടുത്ത് മാറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാമേ. ഇപ്പോൾ കണ്ടോ, ഞാനിത് നല്ലപോലെ കൈയൊക്കെ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത്, നമ്മൾ ഈ സ്പൂണിലൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് മിക്സ് ആവത്തില്ല. കണ്ടോ, കയ്യിൽ വെച്ച് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീം. ഈ ഒരു ക്രീം തന്നെ ഞാനിപ്പോൾ ഇവിടെ പഴം വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. ഇതേ ഒരു ക്രീം തന്നെ നമുക്ക് അവോക്കാഡോ വെച്ചിട്ട് ഉണ്ടാക്കാം. അവോക്കാഡോ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ലല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ അവോക്കാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് പഴം എന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവോക്കാഡോയാണ്. അത് ഇല്ല, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആകണം എന്നില്ല. അപ്പോൾ അതില്ലാത്തവർക്കും നമുക്ക് ഈ പഴം കൊണ്ടും അതേ ബെനിഫിറ്റ് തന്നെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്, ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് പഴമായതുകൊണ്ട് തന്നെ വെളിയിലൊന്നും വെച്ചേക്കാനൊന്നും പറ്റത്തില്ല.
പഴം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്കിന്നിന് കളർ കൊടുക്കുന്ന നല്ല സോഫ്റ്റനാകാൻ വേണ്ടിയിട്ട് സഹായിക്കും പഴം. അതുപോലെ തന്നെയാണ് സാൻഡൽ പൗഡർ, റോസ് പെറ്റൽ പൗഡർ ഒക്കെ സഹായിക്കും. റോസ് പെറ്റൽ പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ റോസ് പൂ ചേർത്താൽ മതി. ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എടുത്തതിന് ശേഷം പഴമാകുമ്പോൾ നമുക്കറിയാം സ്കിന്നിൽ നിൽക്കില്ല, ഒരുമാതിരി വഴുവഴുപ്പ് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഇതുപോലെ വെച്ച് കൊടുക്കണം നിങ്ങൾ കേട്ടോ. നല്ല പോലെ ഇതുപോലെ സ്കിന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം. പഴം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് താഴെ വീണു പോവും. അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയ മുഖമായിരിക്കണം. മുഖത്തൊന്നും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനൊരു കണ്ണ് പോലും എഴുതാതെ വന്നിരുന്നത്. നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിലും ഇടാം. പഴമായതുകൊണ്ട് തന്നെ നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. ഇത് ഒരുപാട് ഡ്രൈനെസ് ഉണ്ട്, നിങ്ങളുടെ ഫേസിന് ഭയങ്കര ഡ്രൈനെസ് ആണ്, ഡ്രൈ ഫേസ് കൊണ്ട് ഒട്ടും സഹിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടെ ചേർക്കാം. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് അലർജി ഒന്നും ഇല്ല എന്നുള്ളവർക്കാണെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പോൾ ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിലും ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തവരുണ്ട്. ഇപ്പോൾ എനിക്ക് ഉപയോഗിച്ച പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാം. കണ്ണാടി പോയിട്ട് അപ്ലൈ ചെയ്യാമേ. ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് നല്ല റിലാക്സ് ആയിട്ട് കണ്ണിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു കുക്കുംബറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഒരു 20 മിനിറ്റ് റിലാക്സ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ് നല്ലപോലെ ചെറിയ നോർമൽ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ഒരു ചിൽനെസ് ഉണ്ട് ഫേസിന്. നിങ്ങളിത് ഒരു ദിവസം ഇട്ടെന്ന് പറഞ്ഞ് റിങ്കിൾസ് മാറത്തില്ല. ഇത് കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഇടണം. കണ്ടിന്യൂസ് മീൻസ് ഡെയിലി ഇടാൻ പറ്റുന്ന ഒരു പാക്കാണിത്. ഈ പാക്ക് ഡെയിലി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുളിക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. നമുക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് തക്കാളി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറാനും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ണിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ണിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കോർണറിലായിട്ട് ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ചുളിവുകളൊക്കെ മാറി സ്കിന്ന് നല്ലപോലെ ടൈറ്റൻ ചെയ്യാനുള്ള കഴിവ് ഇതിലടങ്ങിയിട്ടുള്ള, അതായത് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ചന്ദനമായിരുന്നാലും തക്കാളി ആയിരുന്നാലും പഴമായിരുന്നാലും എല്ലാത്തിനും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റനാക്കാനും ടൈറ്റനാക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. നമ്മളിങ്ങനെ ഡേ വൈസ് ഓരോന്നും ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു തിളക്കം കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.